നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ തച്ചോളി ഉദയനക്കുറിപ്പിൻ്റെ കഥ ഞാൻ തുടരുകയാണ്. അദ്ദേഹം കല്ലറയിൽ അടയ്ക്കപ്പെട്ടു. പുന്നോറാൻ കേളപ്പൻ്റെ കോട്ടയ്ക്കകത്തുള്ള കല്ലറയിൽ. കോട്ടയ്ക്കകത്തൊന്ന് കാണാനായിട്ട് കോട്ടയ്ക്കകത്ത് പോയതാ. ചെയ്തത് തെറ്റാണ്. കള്ളത്തരത്തിൽ കൂടെ കോട്ടയ്ക്കകത്ത് കയറിയ. അറിഞ്ഞിട്ടൊരാൾക്ക് കോട്ടയ്ക്കകത്ത് കയറാൻ പറ്റില്ല. ഉറുമ്പിനും ഈച്ചയ്ക്കും കയറാൻ പറ്റില്ല എന്നാണ് ആ കോട്ടയുടെ പ്രസിദ്ധി തന്നെ. കേളപ്പൻ അറിയാണ്ട് അവിടേക്ക് ഒരു ജീവജന്തുവിന് കയറാൻ പറ്റില്ല. ഉദയനക്കുറുപ്പും ചാപ്പനും കൂടി പോയി കാത്തിരുന്ന് ഒരു ചെറിയ പഴുതിലൂടെ, ചെറിയ ചാഞ്ഞ് കിടക്കുന്ന കായൽത്തണ്ട് എന്ന് പറയുന്ന കായൽത്തണ്ടിലൂടെ അതുമ്മ ചാടി പിടിച്ച് ഒരു സാധാരണ ചാഞ്ഞ് നിൽക്കുന്ന ഒരു വാഴയുടെ തണ്ടാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും പറ്റില്ല. ഇത്തിരി ബലമുള്ളൊരു മരത്തിൻ്റെ കൊമ്പ് ചാഞ്ഞ് നിൽക്കുന്നത് അതുമ്മ ചാടി പിടിച്ച് കോട്ടയ്ക്കകത്ത് കിടന്നു. അകത്ത് കിടന്നപ്പോൾ ഉദയനക്കുറുപ്പ് ഉറുമിവാളൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചു. ആരെങ്കിലും എതിർക്കാൻ വന്ന അവരെ തട്ട് തന്നെ വേണമല്ലോ. അങ്ങനെ കോട്ടയ്ക്കകത്ത് കൂടെ നടന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ നല്ല രസമായിട്ട് തോന്നി. പൂന്തോട്ടങ്ങളും ഉദ്യാനങ്ങളും പിന്നെ ചില താമര പൊയ്കകൾ, ഇരിക്കാനൊക്കെ ചെറിയ ചെറിയ സൗധങ്ങൾ, നല്ല പാകത്തിന് വെളിച്ചം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇങ്ങനെ കാവൽക്കാരെയൊക്കെ മറന്ന് നടന്നു. പക്ഷെ കോട്ടയ്ക്ക് പുറത്തേക്ക് കടന്നു പോകാനൊരു വഴി കാണാൻ പറ്റിയില്ല ഉദയനക്കുറിപ്പിന്. ഉദയനക്കുറിപ്പ് ഇതിപ്പോൾ എങ്ങനെ ഇതിലെ പുറത്തേക്ക് പോകണേ? ഒരു വഴിയില്ല. ഉദയനക്കുറിപ്പ് അകത്ത് കടന്ന ഉടനെ ചാപ്പൻ ആ നാട് വിട്ടു പോയില്ല. അവിടെയൊക്കെ തന്നെ ആ പരിസരത്തിൽ തന്നെ വേഷം മാറി ചുറ്റിക്കറങ്ങി നടന്നു. കോട്ടയ്ക്കകത്ത് പോയ ഉദയനൻ തിരിച്ചു വന്നിട്ട് വേണ്ടേ കടത്തനാട്ടേക്ക് തിരിച്ചു പോകാൻ. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞു, ഉദയനനെ കാണാനില്ല. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, ഉദയനക്കുറിപ്പ് വന്നില്ല. ചാത്തനാകെ പരിഭ്രമമായി. എന്താ വേണ്ടേ? രണ്ടാമത്തെ ദിവസം നേരം പുലർന്നപ്പോൾ ഇതിൽ കൂടുതൽ സമയമൊന്നും ഉദയനക്കുറിപ്പ് കോട്ടയ്ക്കകത്ത് നിൽക്കാൻ സാധ്യതയില്ലല്ലോ. എന്താ പറ്റിയ കുറിപ്പിന്? വല്ല ആപത്തിലും ചെന്നു പെട്ടോ എന്നൊരു ശങ്ക. എന്തായാലും അന്വേഷിക്കാം എന്ന് കരുതി ചാപ്പൻ ആ നാട്ടിലെ അടുത്തുള്ള പല വീടുകളിലും പോയി ഒരു സന്യാസിയുടെ വേഷം കൊണ്ട് ധരിച്ചു. എന്നിട്ട് പല ഭവനങ്ങളിലും ചെന്നു. ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞ് ഇത് വാങ്ങിച്ച് ഭിക്ഷ യാചിച്ച് ഭക്ഷണം കഴിച്ച് പുതിയ വാർത്തകൾ എന്തെങ്കിലും അങ്ങനെ ചെന്നപ്പെട്ടിട്ട് ഒരു കേളപ്പൻ്റെ കോട്ടയ്ക്കകത്ത് ഉള്ള ഒരു കാവൽക്കാരൻ്റെ ഭവനത്തിൽ ചെന്നുപെട്ടു. പുറത്ത് അപ്പോൾ ഭാര്യയും കുട്ടികളും മാത്രമേ അകത്തുള്ളൂ. ആരും പുറമേ കണ്ടില്ല. ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീയാണ് വന്നത്. അപ്പോൾ ആ സ്ത്രീ വന്നപ്പോൾ പതുക്കെ എത്തി നോക്കണം. അപ്പോൾ ചാപ്പസന്യാസി, കള്ളസന്യാസിയാണല്ലോ. ആ സന്യാസി എന്തുകൊണ്ട് ഭയപ്പെടേണ്ട, അടുത്തു വരും, ഭിക്ഷ ചോദിക്കാൻ വന്നതാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് എവിടുന്നാ വരണേ? അപ്പോൾ ഉടനെ ചാപ്പന് തോന്നി താൻ നുണ പറഞ്ഞാൽ നുണയ്ക്കനുസരിച്ച് അവരും നുണ പറയാം. അത് വേണ്ട, നേര് പറഞ്ഞിട്ട് എന്താ ഭാവമാറ്റം എന്ന് ശ്രദ്ധിക്കാം എന്ന് കരുതി. വല്ല സംഭവ വികാസങ്ങളും ഉണ്ടാവുകയാണ്. മുഖത്തു നിന്ന് ഭാവമാറ്റത്തിൽ നിന്ന് സ്ത്രീകളുടെ മനസ്സിലാക്കാമെന്ന് കരുതിയിട്ട് ചാപ്പൻ, അതായത് സന്യാസി ചാപ്പൻ, സന്യാസിയുടെ കപട സന്യാസിയായ ചാപ്പൻ എന്തു പറഞ്ഞു? ഞാൻ കടത്തനാട്ടിൽ നിന്നാണ് വരണേ. കടത്തനാട്ടിൽ നിന്നോ? അതെ എന്നോട്. ഉടൻ തന്നെ ആ സ്ത്രീ പറഞ്ഞു, ഇവിടുത്തെ നിങ്ങളുടെ അമ്മയുടെ ഭർത്താവ് എവിടെ? അദ്ദേഹം ഇല്ലേ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ എന്തു ചെയ്തു? സന്യാസിയുടെ അടുത്തേക്ക് കുറച്ച് കൂടുതൽ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് കേളപ്പൻ്റെ കോട്ടയ്ക്കകത്തുള്ളൊരു കാവൽക്കാരനാണ്. ആ കാവൽക്കാരൻ്റെ ഇതാണ്, നേതാവാണ്. കല്ലറയ്ക്ക് കാവൽ നിൽക്കണേനെ ഇദ്ദേഹത്തെ പ്രത്യേകം നിയമിച്ചേക്ക്. അപ്പം കേളപ്പൻ വരാനും പറ്റില്ല. അതെന്താ വരാൻ പറ്റാത്ത? അപ്പോൾ പറയാൻ വിരോധമില്ലെങ്കിൽ എനിക്ക് അറിയണമെന്നൊന്നുമില്ല, എന്നാലും ആരോട് പറയരുത്. ഞാനാരോട് പറയാൻ? എനിക്കിവിടെ നിന്ന് ആരും പരിചയം തന്നെ ഇല്ലല്ലോ. ഞാൻ കടത്തനാട്ടുകാരനല്ലേ. നിങ്ങളുടെ നാട്ടിൽ നിന്ന് കടത്തനാട്ടിൽ നിന്ന് ഏതെങ്കിലും പടക്കുറിപ്പോ
നായരോ വല്ല വീരന്മാരായിട്ടുള്ള ആരെങ്കിലും കോട്ടയ്ക്ക് വന്നിട്ടുണ്ടോ? കേളപ്പൻ്റെ കോട്ടയിലേക്ക് വന്നിട്ടുണ്ടോ? എനിക്കറിയില്ല. എന്തേ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇവിടുത്തെ അദ്ദേഹം എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞതാ. എന്താ? ആൾക്കാർ പറയണ കേട്ടു, ഇങ്ങനെ കുശു 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 നല്ല കേളപ്പനും മറ്റ് യജമാനന്മാർ വലിയ ഉദ്യോഗസ്ഥരും തമ്മിൽ പറയാനായിട്ട് കാട്ടത്തനാട്ടുകാരൻ ഒരു പടക്കുറിപ്പ് കോട്ടയ്ക്കകത്ത് കയറി എന്നിട്ട് പിടിച്ച് കല്ലറയിലിട്ടേക്കപ്പോൾ കൊല്ലും. ഇന്ന് സന്ധ്യയ്ക്ക് മുമ്പ് അദ്ദേഹത്തെ കൊല്ലണം എന്നാണ് തീരുമാനിച്ചേക്കണേ. അത് ശരി, കൊല്ലട്ടെ. കോട്ടയ്ക്കകത്ത് അനുവാദമില്ലാണ്ട് കയറിയിട്ടല്ലേ. ആരോടും പറയട്ടെ കേട്ടോ, അയാളെ കൊന്നതിന് ശേഷം ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരലുണ്ടാവുള്ളൂ എന്നും പറഞ്ഞു. ചാപ്പൻ പോയി. ചാപ്പൻ നേരെ വിട്ട് പിടിച്ച് കുതിരപ്പുറത്ത് കയറി കടത്തനാട്ടൊക്കെ കണ്ട് കുതിരയെ ഓടിച്ചു. അവിടെ ചെന്നു കോമപ്പക്കുറിപ്പിനോട് പറഞ്ഞു, ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന പോലെയാണ്. ഓതേനൻ കേളപ്പൻ്റെ കല്ലറയ്ക്കകത്താണ്. ഓതേനനെ ഇന്ന് സന്ധ്യയ്ക്ക് ശേഷം ബലി കൊടുക്കുന്നു, ദേവിക്ക് ബലി കൊടുക്കുന്നു. എന്തായാലും ജീവൻ അപായം ഉണ്ടാവും എന്നാണ് പറയണേ. അതുകൊണ്ട് അങ്ങേക്ക് കൂട്ടാവുന്നത്ര പടനായകന്മാരെയും കൂട്ടി പുന്നോറാങ്കോട്ടയിലേക്ക് വരൂ. ഉദയനനെ രക്ഷിക്കാൻ പോവുക ഞാൻ. എനിക്ക് പറ്റുമെന്നറിയില്ല. ലോകനാർകാവിൽ അമ്മ തന്നെ കാക്കട്ടെ എന്ന് പറഞ്ഞ് ചാപ്പൻ അതേ വേഗത്തിൽ തിരിച്ചു വന്നു. ഇവിടെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും, കാലത്തല്ലേ ഈ സ്ത്രീയായിട്ട് വിവരം കിട്ടിയ, ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും എത്തി. വേഗം തന്നെ സന്യാസിയുടെ വേഷമൊക്കെ ഒന്നും കൂടെ മിനുക്കുപണി ചെയ്ത് വരുമ്പോൾ ഒരു ചെറിയ ഒരുക്കം. കേളപ്പൻ്റെ കോട്ടയ്ക്കകത്ത് കയറുമ്പോൾ ഒന്നും ഒരുങ്ങാനുണ്ട്. തൻ്റെ ആയുധങ്ങളൊക്കെ എടുത്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് വത്തക്ക എന്ന് പറയുന്നൊരു പഴമുണ്ട്. എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. വത്തക്ക ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മത്തങ്ങ, വലിയ മത്തങ്ങ പോലെയുള്ള ഒരു തരം പഴമാണ്. അതിനകത്ത് ചുള പോലെ, ചക്കയ്ക്കാണോ പറയണതെന്നും അറിയില്ല കേട്ടോ, കഴിക്കാവുന്നൊരു ഫലമാണ്, ആണ്. അതിനകത്ത് 2-3 വത്തക്ക ഒരു ഭണ്ണത്തിലാക്കി സന്യാസിയുടെ വേഷത്തിൽ കേളപ്പൻ്റെ കോട്ടയുടെ പടിവാതിൽക്കൽ ചാപ്പനെത്തി. ചാപ്പൻ അവിടെ എത്തി ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ ബന്ധവസല്ലേ, പിന്നെ പോരെങ്കിൽ ഒരു വീരശൂര പരാക്രമിയാണ്, കടത്തനാട്ട കുറുപ്പാണ്, വീരനായകനായ ഉദയനനെ കല്ലടയിൽ നിന്ന് രഹസ്യമായിട്ട് അറിയാലോ. കാവലിനൊക്കെ ശക്തി കൂട്ടിയേക്കല്ലേ. എന്താ അത് കണ്ടു. അപ്പം എനിക്ക് കേളപ്പനെ കണ്ട് ഒരു സ്വകാര്യം ഉണർത്തിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അത്, അദ്ദേഹത്തിൻ്റെ ജീവന് അപായം ഉണ്ടാവാണ്ടുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനാണ്. അത് സ്വകാര്യമായിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സന്യാസി, വേഗം ദൂതൻ പോയി അകത്ത് ചെന്ന് കേളപ്പനോട് പറഞ്ഞു, ഒരു സന്യാസി വര്യൻ വന്നിട്ടുണ്ട്, കണ്ടാൽ തന്നെ നമ്മൾ തൊഴുതു പോകും, അത്രയ്ക്ക് വലിയൊരു യോഗി വര്യൻ. അദ്ദേഹത്തിന് അവയെ കാണണമെന്ന് പറയുന്നു. എന്തോ ഒരു രഹസ്യം പറയാനായിട്ടാണെന്നാണ് പറഞ്ഞത്. എന്താ വേണ്ടേ, കടത്തി വിടണോ എന്ന് ചോദിച്ചു. അപ്പോൾ കേളപ്പൻ ആലോചിച്ചു, നല്ലൊരു സിംഹപരാക്രമി കല്ലറയ്ക്കകത്തുണ്ടല്ലോ, ഇനിയിപ്പോൾ അതിനെ സംബന്ധിക്കുന്ന വല്ല കാര്യവും പറയാനാണ്, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടി എന്തായാലും വരാൻ പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചാപ്പൻ എന്ന കപട സന്യാസി കേളപ്പൻ്റെ കോട്ടയ്ക്കകത്ത് കയറി ചെന്നു. കേളപ്പൻ്റെ കോട്ടയ്ക്കകത്ത് കേളപ്പൻ വളരെ ഇതോട് കൂടിയിട്ട് ഇനി എന്താണ് സംഭവിക്കണമെന്ന് കേളപ്പനുമായിട്ട് സംസാരിക്കണു, സൗഹൃദം പുലർത്തുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം അങ്ങനെ അവിടെ നടക്കട്ടെ. നമുക്കിനി കല്ലറയിൽ കിടക്കുന്ന കുറുപ്പിന് എന്ത് പറ്റിയെന്ന് നോക്കണ്ടേ. കുറുപ്പ് നല്ല ഉറക്കമാണ് കല്ലറയ്ക്കകത്തായിരുന്നത്. അത് കഴിഞ്ഞാൽ ഉറക്കം കുറച്ചൊക്കെ കണ്ടു മതിയായി. അദ്ദേഹം നല്ല മൂരി നിവർന്ന് അങ്ങനെ എണീക്കാൻ, കൈ അങ്ങോട്ട് പൊന്തിക്കാനായിട്ട്, കൈ ഇങ്ങനെ ഉറങ്ങിയെണീക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കൈ മേലോട്ട് ഉയർത്തില്ലേ, അങ്ങനെ കൈ മേലോട്ട് ഉയർത്താനായിട്ട് നോക്കി. കൈ ഉയർത്താൻ പറ്റണില്ല. നോക്കുമ്പോൾ എന്താ, കൈ വിലങ്ങ് വെച്ചേക്കുക, എൻ്റെ കൈ അനക്കാൻ പറ്റണില്ല.
പറ്റിച്ചല്ലോ, ചതിച്ചല്ലോ എന്നുള്ളാലും തോന്നി. ആട്ടെ, കാല് സ്വതന്ത്രമായിട്ട് കിട്ടുമോ, എന്നാൽ ഓടിപ്പോയെങ്കിലും ചെയ്യാമല്ലോ എന്ന് കരുതി. കാല് നോക്കിയപ്പോഴാ കാലിനും മാമൻ വച്ചേക്കുക, കയ്യുമില്ല കാലുമില്ല. എന്നാലും അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം ഒരു കണക്കിനങ്ങോട്ട് എണീറ്റ് നിന്നിട്ട് തൻ്റെ ഊർമിവാളുണ്ടെങ്കിൽ ഇതൊന്നും തനിക്കൊരു വിഷയമല്ല എന്ന് കരുതി അരയ്ക്കകത്ത് ചുറ്റിക്കെട്ടിയിരുന്നു ഉറുമി അന്വേഷിച്ചു. ഉറുമി കാണാനില്ല. ഉറുമി എവിടെ പോയി? കാഠാരിയ ഒന്നുമില്ല. തൻ്റെ ഭാണ്ഡക്കെട്ട് അതുമില്ലല്ലോ. ഓതേനൻ അപകടം മണത്തു. താൻ കേളപ്പൻ്റെ കല്ലറയിലാണ്. താൻ ബന്ധനസ്ഥനാണ്. മാത്രമല്ല തൻ്റെ ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. താൻ നിസ്സഹായനാണ്. ലോകനാർഗാവിലമ്മേ, അമ്മ തന്നെ കാത്തോളേ എന്ന് കരുതി അദ്ദേഹം തൻ്റെ ജീവിതം ഇവിടെ ഈ കല്ലറയിൽ അവസാനിക്കും. ഈ പുന്നൂറാം കേളപ്പൻ്റെ കോട്ടയിൽ തീരുമോ എൻ്റെ ജീവിതം എന്ന് കരുതി വിഷമിച്ച് ലോകനാർഗാവിലമ്മയെയും തൻ്റെ ഗുരുഭൂതന്മാരെയും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരുന്നു. ഒതേനൻ്റെ സ്ഥിതി അതാണ്. ഞാൻ ഇന്ന് ഈ കഥ ഇവിടെ നിർത്തുകയാണ്. കേളപ്പൻ്റെ കോട്ടയിലേക്ക് കടന്നു വന്ന കാപ്പാട്ട സന്യാസി ആരാണെന്ന് നമുക്കറിയാം, കേളപ്പനറിയില്ലല്ലോ. എന്താണ് അവിടെ സംഭവിക്കണമെന്ന് നമുക്ക് നാളെ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. വടക്കൻ പാട്ടിലെ വീരനായകന്മാരുടെ കഥകൾ നമ്മുടെ കുട്ടികൾ കേൾക്കട്ടെ, അറിയട്ടെ. അവരുടെ ധൈര്യമൊക്കെ കണ്ട് നമ്മുടെ കുട്ടികൾ പുളകമണിയട്ടെ.